അതെന്താ വലിയ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? പ്രേമിക്കണ അത്ര വലിയ പ്രശ്നമാണോ? നിങ്ങൾ പ്രേമിച്ചിട്ടില്ലേ? പ്രശ്നമൊന്നുമില്ല. അത് എനിക്കൊരു പ്രേമൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് ബോറടിക്കുള്ളൂ. ഇല്ല വലിയ ബോറടിക്കില്ല, നിങ്ങൾ പറഞ്ഞോളി. ഞാൻ ഈ 1966 എനിക്കൊരു ചായക്കച്ചവടം ഉണ്ട്. ആ ചായക്കച്ചവടത്തിൻ്റെ കാലത്ത് ഒരു പെണ്ണ് അവിടെ നിന്നും ചായ കുടിക്കാൻ വരും. അങ്ങനെ ഓൾ ചായ കുടിക്കാൻ വരും. ആ ചായ കുടിക്കാൻ വരുന്നത് നിങ്ങൾ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇഷ്ടത്തിലായി എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് വേറൊരു കാര്യമാണ്, എൻ്റെ ഉമ്മാനെ മറികടന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ കാര്യം എൻ്റെ ഉമ്മാനോട് പറയാൻ ഭയങ്കര പേടിയായി. അങ്ങനെ ഏതായാലും ഞാൻ രണ്ടും കൽപ്പിച്ചൊരു ദിവസം ഉമ്മാനോട് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഉമ്മാനെ എത്തിക്കുന്നു. അപ്പം ഉമ്മ ഒരാലോചനയും കൊണ്ടുവന്ന് വന്നത് എനിക്ക്. അപ്പം ഉമ്മാൻ്റെ ആ ആലോചന ഞാൻ നിരസിക്കാൻ പറ്റൂല. അപ്പം ഞാൻ ആ ആലോചനയ്ക്ക് വഴങ്ങി സമ്മതിച്ചു. അങ്ങനെ ആ പെണ്ണിനെ കെട്ടേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ ഉമ്മ പറഞ്ഞ പെണ്ണിനാണോ കെട്ടിയേ? ഞാൻ അമ്മ പറഞ്ഞ പെണ്ണിനെ കെട്ടിയ, അല്ലാതെ എനിക്ക് വേറെ മാർഗമല്ലേ. നിങ്ങളതൊക്കെ എന്ത് പ്രേമാണ് ഇപ്പാ? ആ പ്രേമിച്ച പെണ്ണിനെ നിങ്ങൾ അപ്പൊ പറ്റിക്കല്ലേ ചെയ്ത്? ഞാൻ ആരും പറ്റിച്ചിട്ടില്ല. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ അമ്മ കൊണ്ടുവന്ന ആലോചന ഞാൻ കണ്ട പെണ്ണും നമ്മളെ പിടി ചായ കുടിക്കാൻ വന്നതിന് ആ പെണ്ണ് തന്നെയാണ്. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരി